എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സ്വീറ്റ് പൊട്ടറ്റോ അഥവാ മധുരക്കിഴങ്ങിൻ്റെ ഒരു സാലഡിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് സാലഡാണെന്നേ തോന്നുകയില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നമ്മൾ ഇതിന് മുൻപൊരു 5 ദിവസത്തെ മെനു അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരുപാട് റിക്വസ്റ്റ് വന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സാലഡിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. മെയിനായിട്ട് വേണ്ടത് സ്വീറ്റ് പൊട്ടറ്റോ ആണ്. 2 പേർക്കുള്ള അളവിലാണ് ഞാൻ ഈ കാണിക്കുന്നത്. 3 സ്വീറ്റ് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നന്നായിട്ട് കഴുകിയതിന് ശേഷം അതിൻ്റെ തൊലി കളഞ്ഞിട്ട് നമുക്കൊന്ന് കഷ്ണങ്ങളാക്കി മുറിച്ച് വെക്കാം. അപ്പോൾ നമ്മൾ ബേക്ക് ചെയ്തിട്ടാണ് സ്വീറ്റ് പൊട്ടറ്റോ എടുക്കുന്നത്. ബേക്ക് ചെയ്തോ നിങ്ങൾക്ക് സ്റ്റീം ചെയ്തിട്ടോ എടുക്കാവുന്നതാണ്. ഓവനിലോ അല്ലാന്നുണ്ടെങ്കിൽ എയർ ഫ്രൈ ചെയ്തോ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ എങ്ങനെയാണെന്നുള്ളത് ഡീറ്റെയിൽഡായിട്ട് പറയുന്നതാണ്. അപ്പോൾ തൊലി കളഞ്ഞതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് കഴുകിയിട്ട് ചെറിയ ചതുര കഷ്ണങ്ങളായിട്ട് ഒന്ന് മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കുക. ഇവിടെ കിട്ടുന്ന സ്വീറ്റ് പൊട്ടറ്റോയുടെ കളറ് ഇതാണ്. നാട്ടിലെ സ്വീറ്റ് പൊട്ടറ്റോ എടുത്താലും മതി. ഒരുപാട് ഗുണങ്ങളുള്ളതാണ് സ്വീറ്റ് പൊട്ടറ്റോ. വൈറ്റമിൻ ഇ റിച്ച് ആണ്. സ്വീറ്റ് പൊട്ടറ്റോ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. അളവിൽ കൂടരുതെന്നേ ഉള്ളൂ. ഒരു 100 ഗ്രാമൊക്കെ നമുക്ക് കഴിക്കാം. അപ്പോൾ അത് ഹെൽത്തിയാണ്. വൈറ്റമിൻ ഇ റിച്ചും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്. നല്ലൊരു ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു കാർബോഹൈഡ്രേറ്റ് സോഴ്സും കൂടിയാണ് സ്വീറ്റ് പൊട്ടറ്റോ. അപ്പോൾ നമ്മളൊരു ബേക്കിംഗ് ട്രേയിലേക്ക് നിരത്തിയിട്ട് ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്ന സാധാരണ രീതിയിലാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇപ്പോൾ ചേർക്കുന്നത് വെളുത്തുള്ളിപ്പൊടി, അതുപോലെ ഉള്ളിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ തികച്ചും ഓപ്ഷണലാണ്. വെറുതെ ഉപ്പും കുരുമുളകും എണ്ണയും കൂടെ ഒഴിച്ചിട്ട് ബേക്ക് ചെയ്തെടുത്താലും മതി. പിന്നെ കുറച്ച് സ്മോക്ക്ഡ് പാപ്രിക്ക, അതിന് പകരം നിങ്ങൾക്ക് മുളക് പൊടി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ചേർക്കുമ്പോൾ ഒരു എക്സ്ട്രാ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. കുറച്ച് കുരുമുളകും കൂടെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒലിവ് ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1-2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒലിവ് ഓയിൽ തന്നെ ചേർക്കണം നിർബന്ധമൊന്നുമില്ല, വെളിച്ചെണ്ണ എടുത്താലും മതി. കൈവച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. ഞാൻ ചേർത്തിരിക്കുന്ന വെളുത്തുള്ളിയിൽ കുറച്ച് ഉപ്പും കൂടെ ചേർന്നതാണ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പ്രീ ഹീറ്റായി കിടക്കുന്ന അവനിൽ വെച്ചിട്ട് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിത് സാധാരണ ബേക്ക് ചെയ്യാറുള്ളത് 180 ഡിഗ്രിയിൽ 45 മിനിറ്റ്സ് ആണ്. അതായത് 180 ഡിഗ്രി സെൽഷ്യസിൽ 45 മിനിറ്റ്സ് ആണ് ഇത് ബേക്ക് ചെയ്യുന്നത്. ഇത് ഓൾറെഡി പ്രീ ഹീറ്റായി കിടക്കുന്ന അവനാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കിനി ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. ഇത് വളരെ ഈസിയാണ്. നമുക്കിത് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം ഒരുപാട് നേരം നിന്ന് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതവിടെ ബേക്ക് ആയിക്കൊള്ളും. ആ ഒരു സമയം കൊണ്ട് നമുക്ക് വേണമെങ്കിൽ പച്ചക്കറിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതിൽ ഇന്ന പച്ചക്കറി ചേർക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പോൾ എൻ്റെ ഉണ്ടായിരുന്നതൊക്കെ ഞാൻ ചേർക്കുന്നുണ്ട്. ഞാനിത് ലഞ്ചായിട്ട് കഴിച്ചൊരു ദിവസത്തെ സാലഡാണ്. അപ്പോൾ ഞാനൊരു ക്യാരറ്റ്, അതുപോലെ തന്നെ ഒരു ബ്രൊക്കോളിയുടെ പകുതി എടുത്തിട്ടുണ്ട്. അതൊന്ന് സ്റ്റീം ചെയ്തെടുക്കുകയാണ്. അടിയിൽ വെള്ളം വെച്ചിട്ടുണ്ട്. സ്റ്റീമറിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് സ്റ്റീം ചെയ്യാം. ആ ബ്രൊക്കോളിയുടെ കളറ് മാറിയിട്ട് നല്ലൊരു പച്ച കളറാവണം. ഒരുപാട് നേരം കുക്ക് ചെയ്താൽ അതിൻ്റെ ഒരു ഗുണം പോയി കിട്ടും. അപ്പം ബ്രൊക്കോളി അതുപോലെ ക്യാരറ്റൊക്കെ ലൈറ്റായിട്ടൊന്ന് സ്റ്റീമായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ്, കുരുമുളക് അതൊക്കെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. അതെങ്ങനെയാണുള്ളത് വഴിയെ കാണിക്കാം. അപ്പോൾ ഇതിൽ ഇന്ന പച്ചക്കറി ചേർക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നിങ്ങളുടെ കയ്യിലുള്ളത് ചേർക്കാം. കുക്കുമ്പർ, തക്കാളി, ഉള്ളി ഒക്കെ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് ചിക്കൻ്റെ ഒരു തൈസാണ്. അപ്പോൾ ഇത് നമ്മൾ തലേദിവസം വന്ന ലെഫ്റ്റ് ഓവർ ചിക്കനാണ്. അപ്പോൾ അതൊന്ന് എല്ല് മാറ്റിയിട്ട് കഷ്ണങ്ങളാക്കി മുറിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് ഫ്രഷായിട്ട് ചിക്കൻ കുക്ക് ചെയ്തിട്ടും എടുക്കാം. ചിക്കൻ ഇല്ലാന്നുണ്ടെങ്കിൽ കടല, പനീർ ഒക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ചെറുപയർ മുളപ്പിച്ചതൊക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു സ്റ്റീം ചെയ്ത പച്ചക്കറി നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും അതുപോലെ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ പ്രോട്ടീൻ സോഴ്സ് എന്തായാലും നിങ്ങളിതിലേക്ക് ചേർക്കണം. അതിന് പ്രോട്ടീൻ സോഴ്സായിട്ട് വെജിറ്റേറിയൻസിന് പനീറും വെള്ളക്കടലയും അതുപോലെ ചെറുപയർ മുളപ്പിച്ചതൊക്കെ എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നോൺ വെജിറ്റേറിയൻസിന് നിങ്ങൾക്ക് ചിക്കൻ എടുക്കാം, വൈറ്റ് ഫിഷ് എടുക്കാം. അപ്പോൾ അതൊക്കെ എടുക്കാം. ഇനി നമ്മൾ കുറച്ച് ഐസ്ബർഗ് ലെറ്റസും കൂടെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. ഇതിലൊരുപാട് ഫൈബറൊക്കെ ഉള്ളതാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതൊക്കെ ഓരോരുത്തരുടെ പച്ചക്കറി ലഭ്യതയ്ക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇനി ഒരു റെഡ് സവാള പകുതി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പൊടിയായിട്ട് ചോപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സവാള ചേർക്കുമ്പോൾ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള എരിവും ഒക്കെ ആ ഒരു സലാഡിൽ കിട്ടുന്നതാണ്. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്രഷ്നെസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലീവ്സ് ഒക്കെ ചേർക്കാം. അതായത് മല്ലിയില, പുതിനയില ഉണ്ടെങ്കിൽ അത് ചേർക്കാം. നല്ലൊരു ഫ്രഷ്നെസ് കിട്ടും. ഞാനിവിടെ ദില്ലെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലീവ്സാണ് എടുത്തിരിക്കുന്നത്. അത് പൊടിയായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. നന്നായിട്ട് പുറമേക്ക് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് മാറ്റാം. ഇതുപോലുള്ള സ്വീറ്റ് പൊട്ടറ്റോ ഉണ്ട്. പിന്നെ പർപ്പിൾ കളറുള്ള സ്വീറ്റ് പൊട്ടറ്റോ ഇവിടെ കിട്ടാറുണ്ട്. അപ്പോൾ ഞാൻ രണ്ടും വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് സാലഡ് എങ്ങനെയാണ് സെറ്റാക്കുക. ഇനി സാലഡിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡ്രസ്സിങ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കുപ്പിയിലേക്ക് നമ്മൾ പകുതി നാരങ്ങയുടെ നീരും ഒരു 2 ടീസ്പൂൺ ഒലിവ് ഓയിലും കൂടെ എടുക്കുന്നുണ്ട്. ഒലിവ് ഓയിൽ ഹെൽത്തി ഫാറ്റ്സിൽ റിച്ചാണ്.
ഇനി ഇതിലേക്ക് എക്സ്ട്രാ ഒരു നല്ലൊരു മധുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ 1 ടീസ്പൂൺ ഹണി ചേർക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്. ഡ്രസ്സിങ് ആക്കി എടുക്കുമ്പോൾ ഞാൻ ചേർത്തതാണ്. സാധാരണ ഞാൻ ഒലിവ് ഓയിലും നാരങ്ങാനീരും മാത്രമേ ചേർക്കാറുള്ളൂ. ഇന്നൊരു വെറൈറ്റിക്ക് നമ്മളിങ്ങനെ ഡ്രസ്സിങ് ഉണ്ടാക്കി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയുടെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, നല്ലൊരു ഗാർലിക് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് മസ്റ്റർഡ് സോസ് ചേർക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്. എൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ചേർത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് ഷേക്ക് ചെയ്തതിന് ശേഷം നമുക്ക് സാലഡിൽ ഒഴിക്കാവുന്നതാണ്. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇതൊക്കെ എക്സ്ട്രാ ആയിട്ടുള്ള സ്റ്റെപ്സാണ്. ഇങ്ങനെയൊന്നും ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. സാലഡ് ഉണ്ടാക്കിയിട്ട് അതിന് മുകളിലായിട്ട് നാരങ്ങാനീരും കുറച്ച് ഒലിവ് ഓയിലും കുരുമുളകും ഒന്ന് ഡ്രിസിൽ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇതൊന്ന് ഷേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സാലഡ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം. 2 പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും താഴെ സാലഡ് ബെഡായിട്ട് നമ്മൾ എടുക്കുന്നത് ലെറ്റസാണ്. ഡിന്നറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്രയും വെജിറ്റബിൾസും ഇത്രയും കാര്യങ്ങളും ചേർക്കേണ്ട ആവശ്യമില്ല. ലൈറ്റായിട്ട് എടുത്താൽ മതി. കുറച്ച് വെജിറ്റബിൾസ് കൂടുതലെടുക്കുക, സ്വീറ്റ് പൊട്ടറ്റോ കുറച്ചും അങ്ങനെ എടുത്താൽ മതി. ഞാനിവിടെ ലഞ്ച് ആയതുകൊണ്ട് ചോറ് കഴിക്കുന്നില്ല, അപ്പം പകരം ഇതാണ് കഴിക്കുന്നത്. അപ്പം വയറ് നിറയാൻ വേണ്ടിയിട്ട് ഇത്ര എടുത്തു. പക്ഷേ ഇത് അത്യാവശ്യം നല്ല വയറ് നിറയുന്നൊരു സാലഡാണ്. ഇനി അതിന് മുകളിലായിട്ട് നമ്മൾ സ്റ്റീം ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രക്കോളിയും അതുപോലെ തന്നെ ക്യാരറ്റും കൂടെ ഒന്ന് നിരത്തി കൊടുക്കുക. തൈറോയ്ഡ് ഉള്ളവർ ബ്രൊക്കോളിയും അതുപോലെ കോളിഫ്ലവർ, ക്യാബേജിൻ്റെയൊക്കെ യൂസ് കുറയ്ക്കണം എന്നാണ് നാട്ടിൽ പറയാറുള്ളത്. പക്ഷേ ഞാനിവിടെ ഡോക്ടറിനോട് ചോദിച്ചപ്പം എല്ലാം കഴിക്കാം, അത് കുക്ക് ചെയ്ത് കഴിക്കണം എന്നാണ് പറഞ്ഞത്. ഞാൻ ഈ ബ്രൊക്കോളിയൊന്നും കഴിക്കാറേ ഇല്ലായിരുന്നു. അപ്പോൾ എൻ്റെ അയൺ ലെവൽസൊക്കെ താഴെ പോയപ്പോഴാണ് ഞാൻ ഈ ബ്രൊക്കോളിയൊക്കെ എൻ്റെ ഡയറ്റിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഇതൊക്കെ ഉൾപ്പെടുത്തിയപ്പോഴാണ് നമ്മുടെ ലെവൽസൊക്കെ ഇമ്പ്രൂവ് ആയത്. അപ്പോൾ ഞാനത് സ്റ്റീം ചെയ്തിട്ടോ കുക്ക് ചെയ്തിട്ടോ ആണ് കഴിക്കാറുള്ളത്, പച്ചയ്ക്ക് കഴിക്കാറില്ല. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ സ്വീറ്റ് പൊട്ടറ്റോയും കൂടെ ഒന്ന് നിരത്തി കൊടുക്കുകയാണ്. ഒരു 100 ഗ്രാം സ്വീറ്റ് പൊട്ടറ്റോ നമ്മൾ എടുത്താൽ മതി. അപ്പോൾ നമ്മൾ 3 എണ്ണം എടുക്കുമ്പോൾ അത് ബേക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ വെയിറ്റ് നന്നായിട്ട് കുറയും, അതുപോലെ തന്നെ അത് ചുരുങ്ങും. അപ്പോൾ ഇത്രയും അളവിലാണ് ഞാൻ സ്വീറ്റ് പൊട്ടറ്റോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ ഇതിന് മുൻപത്തെ വീഡിയോയിൽ നമ്മളൊരു എയർ ഫ്രൈഡ് ചിക്കനായിരുന്നു ഇതിൻ്റെ പ്രോട്ടീനായിട്ട് വെച്ചിരുന്നത്. ഇത് നമ്മൾ ഗ്രിൽഡ് ചിക്കനാണ് വെക്കുന്നത്. അതിൻ്റെ റെസിപ്പി നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. കഴിഞ്ഞ ദിവസം നമ്മളൊരു എയർ ഫ്രയറിൽ ഉണ്ടാക്കുന്ന പൂരിയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടു നോക്കിയിട്ടില്ലാത്തവർ കണ്ടു നോക്കാൻ മറക്കരുത്. അപ്പോൾ ആ ഒരു തൈസിൻ്റെ പകുതി ആണ് ഞാനിപ്പോൾ ഒരു പ്ലേറ്റിൽ ചേർത്തിട്ടുള്ളത്. പ്രോട്ടീൻ ഒരു 100 ഗ്രാമിൽ താഴെയാണ് ചേർക്കുന്നത്. അപ്പോൾ എല്ലാം ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഡ്രസ്സിങ് ഒന്ന് ഡ്രിസിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിക്കൻ തന്നെ ചേർക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. കടല പുഴുങ്ങിയതോ ചെറുപയർ അതുപോലെ വൻപയർ പ്രോട്ടീൻ, പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ നിങ്ങൾക്ക് ഇതിലേക്ക് ചേർക്കാം. ഇനി സോയ ചങ്ക്സ് ആയാലും കുഴപ്പമില്ല. ടോഫു എടുക്കാം. അപ്പം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പനീർ എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു സാലഡ് ചീസാണ്. ഇതൊരു മിൽക്ക് ബേസ്ഡ് ചീസാണ്. സാലഡിലൊക്കെ നമ്മളിങ്ങനെ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. വളരെ കുറച്ചാണ് ചേർക്കുന്നത്. ചെറിയ 2 ക്യൂബ് ഒന്ന് പിച്ചിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നിരത്തി കൊടുക്കുന്നുണ്ട്. ഇതും ഓപ്ഷണലാണ്. ഇനി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാൾനട്ടോ പംകിൻ സീഡ്സോ അങ്ങനെയുള്ള സീഡ്സൊക്കെ ഇതിലേക്ക് ചേർക്കാം. അതുപോലെ തന്നെ ഗ്രൗണ്ട് നട്ട്സ്, നിലക്കടല അതൊക്കെ ചേർക്കാവുന്നതാണ്. ഏറ്റവും മുകളിലായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ലീവ്സും കൂടെ ചേർത്തു. അപ്പോൾ ഞാൻ ഈ സാലഡ് ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ജോലിയാണ്, ഒരുപാട് ടൈം കൺസ്യൂമിങ് ആണെന്നൊക്കെ തോന്നുമെങ്കിലും അത്ര ടൈമൊന്നും എടുക്കില്ല. അതുപോലെ തന്നെ മാക്സിമം ടേസ്റ്റി ആയിട്ട് ഈ സാലഡ് ഉണ്ടാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കയ്യിലുള്ള ഐറ്റംസ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുക. എന്തായാലും സ്വീറ്റ് പൊട്ടറ്റോയും അതുപോലെ പ്രോട്ടീനും പച്ചക്കറിയും മസ്റ്റായിട്ട് ചേർക്കുക. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇതുപോലുള്ള വീഡിയോസ് നമ്മൾ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്